Hello guys, welcome back to my channel. So this is day 2 of my base trip. അത് വന്ന് മോർണിംഗ് കിസ് തന്നെ എണീപ്പിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആൻഡ് ചെറിയൊരു കോൺവെർസേഷൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പുറത്തു പോകാനാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഡാൻസ് പ്രാക്ടീസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെറ്റ്സ് സീ ദാറ്റ്. അപ്പോൾ അങ്ങനെ എണീറ്റ് വന്നപ്പോഴാണ് അവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നത് കണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഒരു ഡാൻസ് റീൽ ചെയ്യാനുള്ള കഷ്ടപ്പാടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഹസ്ബൻഡ് രണ്ടുപേരും അല്ല, അവര് രണ്ടുപേരും ഹസ്ബൻഡ് പ്രാക്ടീസ് ചെയ്യുവാണ് വെയിൽ വേർഷൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്ന് ഡേ 2 ഓഫ് വെയിൽസ് ട്രിപ്പാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മറയത്തിന്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കാം. എവിടെയാ പോകാൻ പോന്നെ? അവിടെ എന്തോ ഉള്ള ഓക്കെ. നമുക്കപ്പോ ഇന്ന് മുസ്തുവും റെഡി ആയിട്ടുണ്ട്. മുസ്തുവിന് നാളെ വർക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ പണിയുള്ളത്, ചുമ്മാ അടുത്തല്ലാത്തതുള്ളത് പോയി തീർക്കുവാണ്. പിന്നെ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എന്തൊക്കെയാണ് വാങ്ങാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രത്യേകിച്ചൊന്നും വാങ്ങത്തില്ല. പോകുന്നതിന് മുമ്പുള്ള ആഗ്രഹമുള്ളൂ. അതെനിക്കൊരു ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും ഗൈസ്. ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങിച്ചാലും ഇല്ലേലും ചുമ്മാ എന്റെ ആമസോണിലൊക്കെ കയറി നോക്കിയാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കാട്ടിലുണ്ട്. അതേപോലെ ചുമ്മാ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടും. ഇഷ്ടപ്പെട്ട് ഏതേലും ഒട്ടും വിട്ട് കളയാൻ പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരെണ്ണം ഞാൻ എടുക്കും. അപ്പൊ നമ്മൾ സിഗ്നൽ കിടക്കുവാണ് ഇപ്പോ. മസ്ത് എന്താണ് കാട്ടാന ഗൈസ്, അതാണ് മുസ്റ്റേഷൻ. നമ്മളിപ്പോ എന്ത് കാട്ടാനാ. ഇന്നലെ ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയപ്പം അത് ഓർമ്മ വന്നപ്പം റീക്രിയേറ്റ് ചെയ്തപ്പോ അതിന്റെ ഒരു ഒറിജിനൽ ഇത് വന്നില്ല. ഇന്നലെ ഞങ്ങളത് ഓൺ ദ സ്പോട്ട് വന്നതാ മുസ്തുടെ വായിന്ന്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾക്ക് അത് കിട്ടിയില്ല. ഇനി വരുമ്പോ നിങ്ങൾ ഇവിടെ വെയിൽസ് വരുമ്പോ ഇത് നിങ്ങൾ കണ്ടുപിടിച്ചതിന്റെ മുമ്പ് എന്നിട്ട് സെൽഫി എടുത്ത് തന്നെ ടാഗ് ചെയ്തേക്ക്. മുസ്തു ഇവിടുന്ന് നിങ്ങൾക്ക് അവിടെ എന്തുവാ അതുള്ളത് മുസ്തു അവിടുന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കണ്ടുപിടിക്കുന്ന 3, അതായത് നിങ്ങൾ കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരാണോ 3 പേര്, ഇറ്റ്സ് ലൈക്ക് എ ഗീവ് അവേ. ഓക്കെ, ആ 3 പേർക്ക് ഇവിടുന്ന് മുസ്തുയുടെ സെറ്റപ്പില് കോണ്ടാക്റ്റില് ഒരു ടാറ്റു അടിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഡു സബ്സ്ക്രൈബ്. ഗൈസ്, ഇവിടെ നല്ല വിന്റേജ്, ഭയങ്കര ഒരു സമാധാനമാണ്, ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ജെന്റിൽ പ്ലേസ് ആണ്. നമുക്ക് ദിസ് ഈസ് എ ചർച്ച്, ഇഫ് യു ഗൈസ് ക്യാൻ സീ ഇറ്റ്. ഓക്കെ, ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇവിടെ നല്ല ചൂടാണ്. നമ്മള് ഇവിടെ ഇപ്പോ സിഗ്നലിൽ ക്രോസ് ചെയ്ത് ഒരു 50 minutes ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. അവിടെ പോയിട്ട് മുസ്തുയുടെ കസിന്റെ ബേബിയുടെ ബർത്ത്ഡേ ആണ് September 7th. അപ്പം അതിനും കുറച്ച് പർച്ചേസ് അവർക്കുണ്ട്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ അവരെ കണ്ടുമുട്ടും. ഇന്നലെ അവരുണ്ടായിരുന്നു, നിങ്ങൾ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇന്ന് ഞങ്ങൾ 2 ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. അവിടെ ചെന്നിട്ട് കണ്ടുമുട്ടും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കും. ഇവിടെ റെസ്റ്റോറൻറ്റ്സിനെക്കാട്ടിയും കൂടുതൽ പബ്ബുകളാണ്, ട്രഡീഷണൽ പബ്. അവിടെ എന്താണ് ഇങ്ങനെ പാർട്ടീസ് ഉണ്ട്, എന്താണ് അതിനെന്താ പറയുന്നത്, പൂൾ കളിക്കാൻ പോകും, പിന്നെ ബിങ്കോ, അങ്ങനത്തെ കുറേ ഗെയിമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ സ്ഥലമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അല്ലാണ്ട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് കഴിഞ്ഞ മാസമാണ് ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു കേരള റെസ്റ്റോറന്റ് വെയിൽസിൽ ആകെയുള്ള ഒരേ ഒരു റെസ്റ്റോറന്റ് അതാണ്. വേറൊന്നുമില്ല. ഇല്ല,
ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്, പക്ഷെ നോർത്ത് ഇന്ത്യൻ കേരള ഫുഡുകൾ, ഓക്കെ ഓക്കെ കേരള ഫുഡ് നമുക്കൊരു ചോറ്, ചട്ടിച്ചോറ്, ആ, അല്ലെങ്കിൽ ബിരിയാണി, എനിക്കിപ്പോ മലബാർ വിശക്കുന്നു. ബിരിയാണി. എനിക്ക് വിശക്കുന്നു. രാവിലെ ഫുഡ് നല്ലപോലെ കഴിക്കണ്ട, പക്ഷെ രാവിലെ കഴിക്കാൻ എനിക്ക് വയറിനകത്തൊരു സ്പേസ് ഇല്ല, എനിക്ക് കഴിക്കാൻ തോന്നില്ല ആ സമയത്ത്. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ രാവിലെ അങ്ങനത്തെ ഫുഡ് ഞാൻ ഫസ്റ്റ് ഫുഡ് എൻ്റെ കോഫിയും ബിസ്ക്കറ്റും മാത്രമായിരിക്കും. ബാക്കിയുള്ളത് പിന്നെ ഒരു ഉച്ച കഴിയുമ്പോഴാണ് കഴിക്കുന്നത്. അത് അപ്പോഴേ എനിക്ക് വയറിലൊരു സ്പേസ് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ടോട്ടിലാണ് കഴിച്ചത്. പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടുന്ന് ഫൈവ് ഗൈസിന്ന് ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, എന്ത് മങ്കിയാണ്, എന്തൊരു മങ്കി, അത് നല്ല ഫുഡ്. അവിടുത്തെ ചിക്കൻ വിങ്സ് ഒക്കെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, എനിക്ക് ചിക്കൻ വിങ്സ് പൊതുവേ ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് അത് കഴിച്ചു നോക്കാം. പിന്നെ ഞാൻ ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്തിട്ടില്ല, ചുമ്മാ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ ഉപ്പ് കാണുമോ, മധുരം കാണുമോ, ഉപ്പ് കാണുമോ? ഇവിടെ കോഡ് എന്ന് പറഞ്ഞൊരു ഫിഷ് കിട്ടും, വൈറ്റ് ഫിഷ് ആണ്. അതിന് ഒരു ടേസ്റ്റ് ഇല്ല, നമുക്ക് നാട്ടിലത്തെ ഒരു ഫിഷ് കഴിക്കുന്ന ഫീലേ കിട്ടില്ല. ജസ്റ്റ് ഒരു ഫിഷ് ആണെന്നും പറഞ്ഞ് കഴിക്കുമ്പോൾ മൈൻഡിൽ വിചാരിച്ചാൽ മാത്രം മതി, ടേസ്റ്റിന്റെ ഫീലിങ്സ് ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റിൽ പോകുന്ന സാധനം അതാണ്, ഏറ്റവും ഹൈപ്പുള്ള കോഡ് ഫിഷ് ആണ്. അപ്പൊ അത് കഴിച്ചു നോക്കാം. അതാകുമ്പോ എനിക്ക് ഫിഷ് ഇഷ്ടമല്ല, എനിക്ക് ഫിഷിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് അതൊന്ന് വാങ്ങിച്ച് തിന്ന് നോക്കട്ടെ, ഉറപ്പില്ല. എനിക്ക് അപ്പൊ മൂടുണ്ടെങ്കിൽ. ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ഞാൻ ഇവളൊന്നും കൂടുതൽ മീറ്റും ഫിഷും കഴിക്കാത്തതുകൊണ്ട്. അപ്പൊ മുസ്തു പറയുമായിരുന്നു, അങ്ങനെയാണ് നമ്മൾ ഫുഡിലെ ടോപ്പിക്കിലോട്ട് എത്തിയത്. മുസ്തു പറയുമായിരുന്നു, നിങ്ങള് ഫുഡിനോട് ഇങ്ങനെ ചൂസ് ചെയ്യാവരുത്, ഇങ്ങനെ വെച്ച് കഴിച്ചാൽ നിങ്ങൾ എങ്ങനെ ഫുഡ് കഴിക്കും. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്തിട്ടില്ല, അപ്പോഴാണത്. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡിന്റെ ടോപ്പിക്കിലോട്ട് എത്തിയത്. ഓക്കെ, സോ മുസ്തു പെട്രോൾ അടിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ പോയിട്ട് കാണാം. ഇപ്പോൾ ഓൾറെഡി 2 minutes ആയി. ഇനി ഒരുപാട് നേരം എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും, ലാഗ് വരും. അതുകൊണ്ട് നമുക്കിവിടെ ബാക്കി ഇനി അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഇനി പോകുന്ന വഴിക്ക് ഇൻ ബിറ്റ്വീൻ പെട്ടെന്നായിരിക്കും ഒരു സ്ഥലം കാണുന്നത്, എടുക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ വണ്ടി ഓടി അങ്ങ് പോകും. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ എടുക്കാൻ പറ്റുന്ന സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെ ഡെഫിനറ്റ്ലി അത് നിങ്ങളെയും കാണിക്കാം. ഓക്കെ ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ് സാധനം വാങ്ങാനുള്ളിടത്ത്. ഇതാണ് മറിയം പറഞ്ഞത്. ഇവിടെ കൂടുതലും അവിടെ ഒരു ഏരിയ മൊത്തവും ഫുഡ് കോർട്ട് പോലെ, ഇവിടെ മൊത്തവും ഷൂസ്, ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഷൂസ് നോക്കാൻ പോവാം. മുസ്തു ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ സ്ഥലം കാണിച്ചു തരാം. ഇതാണ് ഓരോ ഷോപ്പും. അതിൽ ഓവർനൈറ്റ് പാർക്കിംഗ് പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് ക്ലാക്സിന്റെ ഷോറൂം. അവിടെ സ്കെച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഒറിജിനൽ ബ്രാൻഡ് ഔട്ട്ലെറ്റ് ആണ്. അപ്പം പ്രൈസ് കുറവായിരിക്കും, കുറെ മോഡൽസ് ഉണ്ടാവും, പല പല ടൈപ്പ് ഓഫ് സംഭവങ്ങൾ. ഡിഫറെന്റ് ഏഷ്യൻ ഫുഡ് കിട്ടണമെങ്കിൽ അത് കഴിക്കാം. നമുക്ക് നെക്സ്റ്റിന്റെ ഉള്ളിൽ പോകാം, അടുത്തത്. ഓക്കെ, ഇതാണ് നെക്സ്റ്റിന്റെ ഔട്ട്ലെറ്റ്. ഇവിടെ നമുക്ക് ഇത് ജെൻസ് സെക്ഷനാണ്, നമുക്ക് ലേഡീസ് സെക്ഷനിൽ പോകാം. അവിടെ അതെ, ഇവിടെ പൊതുവെ നല്ല റേറ്റുള്ള കടയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറവ് റേറ്റിലായിരിക്കും സാധനങ്ങൾ കിട്ടുക. നമുക്ക് എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കാം. ഇത് കിഡ് സെക്ഷനാണ്. ഇത് കിഡ് സെക്ഷനാണ്. അവിടെ നിറയെ നമ്മളങ്ങനെ ഇവിടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം ഇതിന് ശരിക്കും 38 പൗണ്ടാണ്. ഇപ്പോൾ ഇതിന് 9 പൗണ്ടാണ് ഉള്ളത്. നല്ല ജീൻസ് അല്ലേ?
എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 55 ആണ്. എനിക്ക് ഈ വൈറ്റ് ജീൻസ്, പക്ഷെ ഓൾറെഡി എൻ്റെ കയ്യിൽ 2 വൈറ്റ് ജീൻസ് ഉണ്ട് ഞാൻ ഇടാത്ത. എനിക്ക് ബ്ലാക്ക് ജീൻസാണ് അത്യാവശ്യം, ഒരു സ്കിന്നി ടൈപ്പ്. അതുണ്ടോ എന്ന് നോക്കാം. നമ്മളിവിടുന്ന് ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്, കാരണം ഉടുപ്പിന് വേണ്ടി നമ്മൾ പൈസ മുടക്കിയില്ലല്ലേ. കാരണം ഓൾറെഡി യൂണിഫോം ഉള്ളതുകൊണ്ട് മറിയം വാങ്ങിച്ച്. എനിക്ക് യൂണിഫോം ആയതുകൊണ്ട് വേറെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല, വർക്കിന് പോകുമ്പോൾ ആവശ്യമില്ല. മറിയത്തിന് പക്ഷെ അങ്ങനെയല്ല, സ്കെച്ചേഴ്സ് കാണും മുസ്തു. മറിയത്തിന് പക്ഷെ അങ്ങനെയല്ല, മറിയത്തിന് ഇതേ ഉണ്ട് മുസ്തു അല്ല. അതെ, ഡെയിലി അവൾക്ക് യൂണിഫോം ഇല്ല വർക്കിന് പോകുമ്പോൾ. എനിക്ക് യൂണിഫോം ആയതുകൊണ്ട് എൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ അതേപോലെ തന്നെ പുതിയതായിട്ട് ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ. അപ്പം വെറുതെ ഡ്രസ്സിന് വേണ്ടി പൈസ മുടക്കാൻ എനിക്കിപ്പം തോന്നിയില്ല. മുസ്തുവിനെ കണ്ടില്ല, മുസ്തുവിനെ കണ്ടുപിടിക്കണം.